മൂവാറ്റുമുഖം കാലടി പ്ലാന്റേഷൻ റോഡിൽ രാത്രിയാത്ര നിരോധിച്ച നടപടിയിൽ പ്രതിഷേധമുയരുന്നു. പ്ലാന്റേഷൻ മേഖലയിൽ വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുണ്ട് എന്നുള്ള കാരണത്താലാണ് വൈകിട്ട് 5 മണി മുതൽ ഇതുവഴിയുള്ള ഗതാഗതം നിയന്ത്രിച്ചിരിക്കുന്നത്. തോട്ടം തൊഴിലാളികളോട് പോലും ആലോചിക്കാതെയുള്ള നടപടിയിൽ ജനങ്ങൾ ദുരിതത്തിലായിരിക്കുകയാണ്. അതിരപ്പിള്ളി കാലടി പ്ലാന്റേഷൻ മേഖലയിലൂടെ വൈകുന്നേരം 5 മണിക്ക് ശേഷം യാത്രാ നിരോധനം കഴിഞ്ഞ ദിവസം മുതലാണ് ആരംഭിച്ചത്. കാട്ടാനുകളുടെ സാന്നിധ്യം കണക്കിലെടുത്താണ് വനം വകുപ്പ് നടപടി. എന്നാൽ ഇതോടെ തോട്ടം തൊഴിലാളികളും പ്ലാന്റേഷൻ മേഖലയോട് ചേർന്ന് താമസിക്കുന്നവരും ദുരിതത്തിലായി. 5 മണി കഴിഞ്ഞാൽ ഇവിടുത്തുകാർക്ക് പുറത്തേക്ക് പോകാനോ പ്ലാന്റേഷനകത്തേക്ക് വരുവാനോ കഴിയാത്ത സ്ഥിതിയാണെന്ന് നാട്ടുകാർ പറയുന്നു. തൊഴിലാളികളെയും നാട്ടുകാരെയും ബാധിക്കുന്ന തീരുമാനങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിന് ബന്ധപ്പെട്ടവരുടെ യോഗം അടിയന്തരമായി വിളിച്ചു ചേർക്കണമെന്നാണ് ആവശ്യം. തൊഴിലാളികൾ 5 മണി കഴിക്ക് ശേഷം പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറയുന്ന ആ ഒരു തീരുമാനം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. മാത്രമല്ല, എല്ലാ വാഹനങ്ങളിലും സ്റ്റിക്കർ പതിപ്പിച്ചുകൊണ്ട് തൊഴിലാളികളുടെ വാഹനങ്ങളിൽ സ്റ്റിക്കർ പതിപ്പിച്ച് കടത്തിവിടാന്ന് പറഞ്ഞു. അത് എങ്ങനെ പ്രായോഗികമാവും നമുക്കത് മനസ്സിലാവുന്നില്ല. ഒരു അസുഖം വന്നു, പുറത്ത് വണ്ടിയുള്ളൂ, ഇവിടെ ഒരു വണ്ടിയിൽ ഒന്നുമില്ല, ഒരു ആശുപത്രിയിലോ ഒരു ഡോക്ടറിലോ ഒരു ചികിത്സയിലോ ഒരു കാര്യമില്ല. ഞങ്ങൾക്ക് പുറത്തേക്ക് പോകണം. അപ്പൊ വണ്ടിയിലാണ്ട് ഞങ്ങൾ പുറത്തുനിന്ന് വണ്ടി പിടിച്ച് വരില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ കിടന്ന് ചാവയില്ലാണ്ട് വേറൊരു വഴിയില്ല. കഴിഞ്ഞയാഴ്ച രാത്രി വനം വകുപ്പ് വാച്ചറുമായി ആനയെ കാണാൻ ഇന്നോവയിലെത്തിയവർക്ക് നേരെ കാട്ടാനയുടെ ആക്രമണമുണ്ടായിരുന്നു. അതിനു പിന്നാലെയാണ് കോർപ്പറേഷന്റെ നടപടി. അതേസമയം നിയന്ത്രണം വന്നതോടെ ജീവനക്കാർക്ക് പുറമെ അതിരപ്പള്ളിയിൽ നിന്ന് മടങ്ങുന്ന എറണാകുളം ഭാഗത്തേക്കുള്ള വിനോദസഞ്ചാരികൾക്ക് അധിക ദൂരം സഞ്ചരിക്കണം. ചാലക്കുടി വഴി 18 കിലോമീറ്ററിലധികം സഞ്ചരിച്ചാൽ മാത്രമേ കാലടിയിലെത്താനാകൂ. കൃത്യമായി ഫെൻസിംഗ് ഇട്ട് മൃഗങ്ങളെ തോട്ടം മേഖലയിൽ നിയന്ത്രിക്കുന്നതിന് പകരം ജനങ്ങളെ നിയന്ത്രിക്കുന്നത് കൂടുതൽ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്നാണ് നാട്ടുകാരുടെ മുന്നറിയിപ്പ്. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.